ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 24. അയോധ്യയിൽ കണ്ടത് മോദി ഷോ. അയോധ്യയിലെ പണിതീരാത്ത ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച പ്രതിഷ്ഠിക്കപ്പെട്ട രാംലല്ല വിഗ്രഹം 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള BJPയുടെ പ്രകടന പത്രികയാണ്. മതത്തെ, മതവിശ്വാസത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നതിൻ്റെ ചിത്രമാണ് കണ്ടത്. രാമനേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടുന്ന വോട്ടു രാഷ്ട്രീയ കാഴ്ചകളാണ് അരങ്ങേറിയത്. സർക്കാരിൻ്റെ മുഴുവൻ സന്നാഹങ്ങളോടെയും മൂലധന മാധ്യമ ശക്തികളുടെ പൂർണ്ണ സഹായത്തോടെയും പ്രതിഷ്ഠാ ചടങ്ങ് ഹൈന്ദവ ജനതയ്ക്ക് നഷ്ടമായ രാമന്റെ വീണ്ടെടുപ്പായി ആഘോഷിക്കപ്പെട്ടു. ഹിംസയ്ക്കെതിരായ താക്കീതായി വാൽമീകി രചിച്ച രാമായണത്തിലെ രാമനല്ല, മോദിയാണ് യഥാർത്ഥത്തിൽ അവിടെ വിഗ്രഹവൽക്കരിക്കപ്പെട്ടത്. തുളസീദാസും അനേകം ഭക്തകവികളും പാടിയ രാമഭക്തിയല്ല, സ്തുതി പാഠകരുടെ മോദി ഭക്തിയാണ് ആസൂത്രിതമായി രാജ്യത്തുടനീളം സൃഷ്ടിക്കപ്പെട്ടത്. ജനാധിപത്യത്തോടുള്ള ജനങ്ങളോടുള്ള വഞ്ചനയാണ് അരങ്ങേറിയത്. മതാതീതമായ എല്ലാത്തരം വിഭജനങ്ങൾക്കും അതീതമായ തുല്യത കാത്തുസൂക്ഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയവർ അത് വാഗ്ദാനം ചെയ്ത ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു അത്. 1949 ഡിസംബർ 22 ബാബറി മസ്ജിദിൽ രാമവിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് അനുമതി നൽകിയ ഫൈസാബാദ് ഡെപ്യൂട്ടി കമ്മീഷണർ KK നായരുടെ നടപടി മുതൽ 1992 ഡിസംബർ 6 പള്ളി പൊളിക്കാൻ മൗനാനുവാദം നൽകിയ നരസിംഹറാവു വരെ ഈ ഗൂഢാലോചനയുടെയും വഞ്ചനയുടെയും നിഴലുകൾ പതിഞ്ഞുകിടക്കുന്നു. അർദ്ധസത്യങ്ങളും അസത്യങ്ങളും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കെട്ടുകഥയ്ക്ക് 150 കോടി ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കുമേൽ ആധിപത്യം കൽപ്പിച്ചു കൊടുത്ത ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളുടെ പരാജയത്തിൻ്റെ പരമകാഷ്ഠയായാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ വിവേകമതികൾ കാണുന്നത്. ഇന്ത്യയിലെ രാമഭക്തർ 550 വർഷമായി കാത്തിരിക്കുന്ന മുഹൂർത്തം എന്ന് പള്ളി പൊളിച്ചു പണിത അമ്പലത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. അതിലടങ്ങിയ നഗ്നമായ ചരിത്ര നിഷേധത്തെ കണ്ടില്ലെന്ന് നടിച്ച് ചടങ്ങിനെ ദേശീയ ആഘോഷമായി അവതരിപ്പിച്ച മാധ്യമങ്ങളുടെ നിലപാടിനെ ദാസ്യവൃത്തിയായല്ലാതെ കാണാനാകില്ല. ദേശീയ പത്രചാനലുകളിൽ ചടങ്ങ് നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ആഘോഷം പ്രതിഷ്ഠാ ദിനമായപ്പോഴേക്കും മോദി ഭക്തി ജ്വരബാധയായി. 550 വർഷം മുമ്പ് രാമക്ഷേത്രം പൊളിച്ച് ബാബർ പള്ളി പണിത രാമജന്മഭൂമിയിൽ വീണ്ടും രാമക്ഷേത്രവും പ്രതിഷ്ഠയും എന്ന നട്ടാൽ കുരുക്കാത്ത നുണ യാഥാർത്ഥ്യമെന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നതിന് മാധ്യമങ്ങൾ കൂട്ടുനിന്നു. ബാബറി മസ്ജിദ് പൊളിച്ച ദിനം അതിനെ അതിരൂക്ഷമായി അപലപിച്ച് മുഖപ്രസംഗം എഴുതിയ പത്രങ്ങൾ മറവിരോഗം ബാധിച്ചതുപോലെ രാമവിഗ്രഹ പ്രതിഷ്ഠയെ പുതുയുഗത്തിന്റെ നാന്ദിയായി വാഴ്ത്തുന്നു. സരയൂ ശാന്തമായി ഒഴുകട്ടെ എന്ന് ആശംസിക്കുന്ന മാധ്യമങ്ങൾ അയോധ്യ തോ ബസ് ജംഗി ഹേ, കാശി മധുര ബാക്കി ഹേ എന്ന സംഘപരിവാർ മുദ്രാവാക്യം ഓർക്കുന്നത് നന്ന്. അയോധ്യയുടെ ആവേശം അടങ്ങിയാൽ അടുത്ത പുണ്യഭൂമി കണ്ടെത്തും. രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നത്തിന്റെ പേരിലുണ്ടായ എണ്ണമറ്റ വർഗീയ കലാപങ്ങളിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട നിരപരാധികളുടെ ഓർമ്മയോടുള്ള അവഹേളനമായിരുന്നു മാധ്യമങ്ങളുടെ ആഘോഷം. രാഷ്ട്രവ്യവഹാരത്തിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തുക എന്ന മതനിരപേക്ഷതയുടെ അടിസ്ഥാന പ്രമാണമാണ് 22 അയോധ്യയിൽ തകർന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഔദ്യോഗിക പദവിയിൽ ഒരു മതചടങ്ങിന്റെ മുഖ്യസ്ഥാനം ഏറ്റെടുക്കുക വഴി മതനിരപേക്ഷ രാഷ്ട്രമെന്ന ഭരണഘടനാ നിബന്ധന റദ്ദായിരിക്കുന്നു. അത് രാജ്യത്തുണ്ടാക്കുന്ന വിഭജനം രാഷ്ട്രീയ ലാഭമാക്കുകയെന്നതാണ് BJPയുടെ തന്ത്രം. പട്ടിണിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും മൂലം വലയുന്ന കോടിക്കണക്കിന് പാവപ്പെട്ടവരുടെ രോഷം അപരമത വിദ്വേഷത്തിലേക്ക് വഴിതിരിച്ചു വിടുകയെന്ന തന്ത്രത്തിന്റെ ആഡംബരപൂർണമായ കെട്ടുകാഴ്ചയായിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. അതിൽ കബളിപ്പിക്കപ്പെടാൻ പോകുന്ന വിധം വിവേകരഹിതരാണ് ജനം എന്ന് സംഘപരിവാർ നേതൃത്വവും അവരുടെ കുഴലൂത്തുകാരും കരുതുന്നുണ്ട്. അത് ശരിയല്ലെന്ന് തെളിയിക്കാൻ പക്ഷേ കാലം കാത്തിരിക്കുന്നു.